രണ്ടാമത്തെ പയ്യ എത്ര ക്രോസ് പ്രസവിച്ചത് ഇതൊപ്പം പ്രസവിച്ച് കഴിഞ്ഞുള്ളതാ മാറ്റി വീഴുന്നുള്ളൂ. എന്തായാലും ഒരു 10-15 ലിറ്റർ പാലിൽ കുറയില്ല, 20 ലിറ്റർ പാലിൽ കുറയില്ല. 2 നേരം കൂടി 10-20 ലിറ്റർ പാൽ കടിക്കും. അതായത് ഫോമുകാർക്കും പറ്റും, ലോണുകാർക്കും എല്ലാവർക്കും പറ്റിയ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ മെയിൻ പശുക്കളാ. അല്ലാണ്ട് എത്ര ക്രോസ് ആയിട്ട് എങ്ങനത്തെ ജേഴ്സി ക്രോസാ പയ്യുണ്ട്. മടിയാമ്പ് കണ്ടോ എങ്ങനെയുണ്ട്? ഇതാ ഇല്ല മടി കണ്ടോ? ഒരു ചവിട്ടും പിടിയിൽ ഇതപ്പം പ്രസവിച്ചതാ. ഇതാ മടിയാമ്പ് എങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ പയ്യ, 2 പയ്യാണ് പ്രസവിച്ചത്. നല്ല ഇണക്കം, വീട്ടുകാർക്കൊക്കെ നല്ല പാവുക. വീട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിൽ കറക്കാം. അങ്ങനത്തെ പയ്യ. വിലയൊക്കെ നമ്മ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പാമരിയൊക്കെ മേടിച്ചു കൊടുക്കാം. ഉടൻ ചെറുപ്പത്തിൽ അങ്ങനെയുണ്ട്. ഉള്ളത് നല്ല ഇണക്കുള്ള പയ്യ. നമുക്ക് വീട്ടുകാർക്ക് പറ്റിയ പയ്യ. എന്താ പറയുക, വലിയാവില്ല, ഒരു മര്യാദ വിലക്കാതെ പാലും കടിക്കും. എന്താ പറയുക, കണക്കുണ്ട്, നല്ല ജാതിയാ. ഇത് നാടനാ, നമ്മുടെ പഴയ കാലത്ത് നാടനാണ്. പഴയ കാലത്ത് നാടൻ ബൈക്കുകളുണ്ടല്ലോ, ഒറിജിനൽ നാടൻ ബൈക്കാണ്. പാല് നല്ല പോയിന്റ് ഉണ്ടാവും. ഇതിന്റെ പാല് ഔഷധവുമായിരിക്കും. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാലക്കാടാണ്. പാലക്കാട് നല്ലൊരു അടിപൊളി നാടൻ പശുക്കളെ വിൽക്കുന്ന ഒരു ഫാമിൽ നമ്മുടെ മണിച്ചേട്ടനുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇവിടെയുള്ള പശുക്കളും ഇവിടുത്തെ പശുക്കളുടെ വ്യാപാരവും പാലും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ നാടൻ പശുക്കളെ ഒക്കെ നല്ല ക്രോസ് ഉണ്ട്. പാലക്കാട് ഉള്ള പശുക്കളാണ്, പാലക്കാട് വളർന്ന പശുക്കളാണ്. ക്രോസ്, ജേഴ്സി, അതുപോലെ തന്നെ തനി നാടൻ പശു, അങ്ങനെയുള്ള പശുക്കളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പശുക്കളെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മണിച്ചേട്ടൻ നമ്പർ ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ഇനം പശുക്കൾ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ ഈ പശുക്കൾ വിറ്റ് പോയാൽ ഇതുപോലുള്ള നല്ല കിടിലൻ പശുക്കൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോകാം. രണ്ടാമത്തെ പ്രസവമാണ്. എത്ര ക്രോസ് ഇതെപ്പം പ്രസവിച്ചുള്ളൂ. പ്രസവിച്ച് പശുക്കുട്ടിയാണ്. കുട്ടി പശുക്കുട്ടിയാണ്. രണ്ടാമത്തെയാ. എത്ര ക്രോസാ. 2 നേരം കൂടി 10-20 ലിറ്റർ പാല് കടിക്കും. 20 കിട്ടുമോ? 20 അല്ല, ഇപ്പൊ കറന്ന് പെട്ടത്. ഇപ്പൊ ചീവൻ പാല് പീച്ചി നല്ല 2 പയ്യ. എത്ര ക്രോസ് പ്രസവിച്ചത് ഇതെപ്പം പ്രസവിച്ച് കഴിഞ്ഞുള്ളതാ മാറ്റി വീഴുന്നുള്ളൂ. എന്തായാലും ഒരു 10-15 ലിറ്റർ പാലിൽ കുറയില്ല. പയ്യ ആയതുണ്ടല്ലോ. ആർക്കെങ്കിലും പിന്നെ ലോണുകാർക്കാണെങ്കിൽ ശരി, ഫോമുകാർക്കും പറ്റിയ പശുവാ. ഇതെപ്പോൾ ചാനലിൽ കാണിക്കുന്നു. ഇനി ഇത് വെറും സമയത്ത് ഇതേമാതിരി ഉണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി വരച്ചു കൊടുക്കുക. അതെ, നമ്മുടെ കസ്റ്റമറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത് വിറ്റ് പോവാം. നമ്മൾ കുറച്ച് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് പശുവിനെ വിറ്റ് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തന്നെ വാങ്ങിക്കും. ഒരു മര്യാദ വരയ്ക്ക് വരച്ചു കൊടുക്കുക. ജേഴ്സിയാണ്. ജേഴ്സി ക്രാസാ. 2 പയ്യ. പ്രസവിക്കാരെ ഒരു 10-15 ദിവസം പിടിക്കും. 15 ദിവസം പിടിക്കും. ഒരു 10-12 ലിറ്റർ പാല് 2 നേരം കൂടി കടിക്കും. 12 കിട്ടുമല്ലേ? 2 നേരം കൂടി. മടി ആവുകയുള്ളൂ, മടി ഫുള്ളായിട്ടില്ല, മടിയായി വരുന്നുള്ളൂ. ഒരു 10-15 ദിവസം പിടിക്കും. രണ്ടാമത്തെ ചെറിയ പാർട്ടികൾക്ക് നല്ല പാകം. ഈ സ്കീമിന് ലോണുകാർക്കൊക്കെ നല്ല പാവമാണ്. ഇത് ഒരു വിലപ്പാകം ഉണ്ടാവുമല്ലോ. ഒരു 10-50 ഉറുപ്പിന്റെ ഉള്ളും പുറമായിട്ടൊക്കെ മേടിക്കാലോ. നല്ല ഇറക്കുക പൈ. മടിയമ്പെല്ലാം വന്നു. ഇതൊക്കെ നമ്മുടെ കാടുകളിൽ മേയുന്ന മാടുകളാ. നാടൻ പശുക്കളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. നാടൻ ജേഴ്സിയാണ്. വിലയൊക്കെ ഇതിപ്പോ 50 മേലെ 50-55 പറയുന്നുണ്ട്. അതൊക്കെ 10-75 രൂപ പറയുന്നുണ്ട്. നമുക്ക് അനുസരിച്ച് ചെയ്യാം. അതൊക്കെ വിലകളൊക്കെ പറയും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാന്നേ. ഇതൊക്കെ ചെറിയ പാർട്ടികൾക്ക് നല്ല പാവുക. ഒരു വീടുകളിലേക്ക് പറ്റിയ പശുവാണ്. അത് നമ്മുടെ പാലക്കാട് ഈ പറമ്പുകളിൽ മേഞ്ഞ് നടക്കുന്ന പയ്യ. അടിപൊളി പ്രസവിച്ച പയ്യ. അതെ, 3 കുട്ടിയാ പ്രസവിച്ച് 2 പയ്യ. ഇത് 20 ലിറ്റർ പാലിൽ കുറയില്ല. 2 നേരം കൂടി 10-20 ലിറ്റർ പാല് കടിക്കും. അതായത് ഫോമുകാർക്കും പറ്റും, ലോണുകാർക്കും എല്ലാവർക്കും പറ്റിയ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ മേയുന്ന പശുക്കളാ. അല്ലാണ്ട് എത്ര ക്രോസ് ആയിട്ട് എങ്ങനത്തെ ജേഴ്സി ക്രോസാ പയ്യുണ്ട്. മടിയാമ്പ് കണ്ടോ എങ്ങനെയുണ്ട്? ഇതാ
ഇല്ല മടി കണ്ടോ വേറെ ചവിട്ടുംപിടിയൊന്നുമില്ല. അയ്യോ ഒരു ചവിട്ടുംപടിയിൽ ഇതപ്പം പ്രസവിച്ചതാ. ഇതാണ്ട മടിയാൻ എങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ പയ്യ, 2-ാം നീറ്റ് പയ്യാണ്. ഈ പയ്യൊക്കെ ലോണുകാർക്ക് പറ്റിയ പയ്യ. അത് ജേഴ്സിയാണ്. ജേഴ്സി 3-ാമത്തെ തീറ്റ പ്രസവം. ഒരു 10 ദിവസം പിടിക്കും പ്രസവിക്കാൻ. 10 ദിവസത്തിനുള്ളിൽ 10 ദിവസം ജേഴ്സി പൈ. ഒരു 15 ലിറ്റർ പാല് 2 നേരം കൂടി. അവർ 20 പറയുമ്പോൾ ഒരു 15 ലിറ്റർ പാല് 2 നേരം കൂടി കടിക്കും. 15-16 ലിറ്റർ പാല് കടിക്കും. 2 കഴിഞ്ഞ് 3-ാമത്തെ പ്രസവമാണ്. ഒരു 10 ദിവസം പിടിക്കും പ്രസവിക്കാൻ. കണ്ടോ നല്ല ഇണക്കം. വീട്ടുകാർക്കൊക്കെ നല്ല പാവുന്ന. വീട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിൽ കറക്കാം. അങ്ങനത്തെ പയ്യ. വിലയൊക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പാമരിയൊക്കെ മേടിച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള പൈക്കളാ. അതെ. പക്ഷെ ഈ ഇവിടുത്തെ കാണുന്ന പശുക്കളൊക്കെ ഏതാ നല്ല ആരോഗ്യം നമുക്ക് അത് തോന്നിക്കുന്നുണ്ട് അല്ലേ? നല്ല ആരോഗ്യം. അതായത് നമ്മുടെ പറമ്പുകളിൽ മേഞ്ഞു നടക്കുന്ന പൈക്കളാണിത്. അല്ലാതെ ഫോമുകളിൽ കെട്ടിക്കിടക്കുന്ന പയ്യല്ല. അപ്പൊ അത് കാരണം നല്ല ആരോഗ്യത്തിന് പറ്റിയ പയ്യും കറക്കാനും ചാട്ടുമാട്ടില്ലാത്ത പയ്യകളാണ്. ഇതൊക്കെ ബലപ്പാകത്തിൽ ഒരു ലെവലിലൊക്കെ പാർട്ടികൾക്ക് വന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ പൈ വെച്ച് കൊടുക്കാമെന്ന് നമുക്ക് പറ്റിയ ആൾക്കാരാ. അതാ പറഞ്ഞു തരുന്നത്. നല്ല ഒതുക്കമുള്ള പശുക്കൾ, നല്ല ഒതുക്കമുള്ള ബൈക്കുകളാണ്. ഒക്കെ നാടൻ ബൈക്കുകളാ. HF ക്രോസ് ആണ്. 2 പല്ലി കിടാരിയ. ഇതാ ഒരു 15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. ഒരു 10-15 ദിവസം ആവും. ചെറുകിട പാർട്ടികൾക്ക് നല്ല പാകം. കുഴപ്പമില്ല. അനങ്ങാതെ നിൽക്കേണ്ട പസ്ലിയാണ്. ഒരു 15 ദിവസം പിടിക്കും ഈ പൈ. വിലയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പൊ വില എത്ര പറഞ്ഞേക്കാം 10, 50, 55, 50 മേലും കുറെയൊക്കെ ആയിട്ടാവും. പല രീതിയിലാവും. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അനുസരിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് ഫസ്റ്റ് പ്രസവമാണ്. ജേഴ്സി ഒരു 15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. ഫസ്റ്റാണ്. ഒറിജിനൽ ജേഴ്സിയാണ്. 2 പല്ലി കിടാരിയാണ്. ഒരു 15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. എന്താ 15-20 ദിവസം ആവും പ്രസവിക്കാൻ. ഒരു ചെറിയ പാർട്ടികൾക്ക് നമുക്ക് ഒരു സ്കീമുകാർക്കൊക്കെ പറ്റിയ പയ്യ. 60 പയ്യകൾ വേണം പറയുമ്പോൾ ഒരു 10-12 ലിറ്റർ പാല് 2 നേരം കൂടി കടിക്കും. ഉള്ളത് നല്ല ഇണക്കുള്ള പൈ. നമുക്ക് വീട്ടുകാർക്ക് പറ്റിയ പയ്യ. എന്താ പറഞ്ഞു, വലിയാവില്ല. ഒരു മര്യാദ വലിക്കാനുള്ള പാലും കടിക്കും. എന്താ പറഞ്ഞു, ഇണക്കുണ്ട്. നല്ല ജാതിയാ. ഒറിജിനൽ ജേഴ്സി. ഇതെല്ലാം നമ്മുടെ നാട്ടുമ്പുറത്തെ പശുക്കളാണ് ഈ ചാനലിൽ ഞാൻ കാണിച്ചിറക്കുന്നത്. അപ്പൊ നമ്മളെ നാട്ടിൻപുറത്തുള്ള പശുക്കൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് ചേട്ടനെ വിളിച്ചോ. അടിപൊളി പശുക്കളുണ്ട്. അടിപൊളി പശുക്കൾ കടിക്കും. ഇതൊരു 2-ാം നീറ്റ് പയ്യ ജേഴ്സി. ഇത് ഒരു HF ക്രോസ് ആണ്. ചെറുപയ്യ. ഒരു 15-20 ദിവസം ആവും പ്രസവിക്കാൻ. 15-20 ദിവസം ആവും. മടി ഇറക്കിയിട്ടേ ഉള്ളൂ. ഇതിന് പാലൊക്കെ എങ്ങനെ കിട്ടും? ഇതൊക്കെ പാലൊക്കെ ഒരു ലെവലിലേക്ക് അടിക്കും. 2 നേരം കൂടി 10 ലിറ്റർ പാലൊക്കെ കടിക്കുള്ളൂ. 10 ലിറ്റർ പാലൊക്കെ അടിക്കുള്ളൂ. ആ വിലയൊക്കെ കൊടുക്കാൻ. ചെറുപയ്യ നല്ല അണുക്കുള്ള ഒരു 15 ദിവസം പിടിക്കും. ഇങ്ങനത്തെയൊക്കെ ലോണുകാർക്ക് സ്കീമുകാർക്ക് വേണം പറഞ്ഞ് വീട്ടിലേക്ക് പറ്റിയ പയ്യ. നമ്മൾ അത്ര കടിക്കുന്നവർ 10 ലിറ്റർ 2 നേരം കൂടി കടിക്കുന്ന കണക്കാക്കിയാൽ മതി. അതിന്റെ വിലയെല്ലാം കൊടുക്കുന്നുള്ളൂ. അല്ലാതെ വലിയ വിലയൊന്നും കൊടുക്കില്ല. 60, 70, 80 ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ചെറുപയ്യാണല്ലോ. ഒരു 15 ദിവസം പിടിക്കും. 15-20 ദിവസം ആവും. അതാ ഇത് 3-ാമത്തെ ജേഴ്സി ക്രോസാ. ഇത് 3-ാമത്തെ പയ്യ ജേഴ്സി ക്രോസാ. ഇതൊരു 15 ദിവസം പിടിക്കും. ഒരു 10-15 ദിവസം പിടിക്കും. ഇത് ജേഴ്സി ക്രോസാ. 3-ാമത്തെ പയ്യാണ്. റെഡ് ഇന്ത്യയാണ്. റെഡ് സിന്ധിയാണ്. നല്ല പാല്, നല്ല കൊഴുപ്പുണ്ടാവും. ജേഴ്സി ക്രോസാ. ഇത് ക്രോസ് 2-ാം നീറ്റ് പയ്യ. 2-ാം നീറ്റ് പയ്യ ജേഴ്സി ക്രോസ്. കണ്ടില്ലേ, ഇതിന് പാൽ നല്ല തിക്കൻസ് ഉണ്ടാവും. കട്ടിയുണ്ട്. ഇങ്ങനത്തെ പയ്യകൾക്ക് ഒരു നല്ല ആരോഗ്യം ഉണ്ടാവും. കാൽസ്യത്തിന് ഒറ്റ കുഴപ്പം ഉണ്ടാവില്ല. മേഞ്ഞു നടക്കുന്ന ബൈക്കുകളാണ്. നാടൻ ക്രാസാ. നല്ല കണക്കുന്നുണ്ട്. പ്രസവിക്കാനായി. നല്ല വലിപ്പവും നല്ല കണക്കുക. ഇത് നാടനാ. നമ്മുടെ പഴയ കാലത്ത് നാടനാണ്.
പഴയ നാട്ടിലുള്ള പശു. നാടൻ ബൈക്കുകളുണ്ടല്ലോ, ഒറിജിനൽ നാടൻ ബൈക്കാണ്. പാല് നല്ല പോയിന്റ് ഉണ്ടാവും. ഇതിന്റെ പാല് ഔഷധവുമായിരിക്കും. അതായത് ഇങ്ങനത്തെ കടിക്കും. നല്ല അണക്കം കണ്ടില്ല. മൂരിക്കുട്ടിയാ പ്രസവിച്ചതാ. അതിന്റെ കുട്ടിയാണോ? അതിന്റെ കുട്ടിയാ, മൂരിക്കുട്ടിയാണ്. രണ്ടാമത്തെ പയ്യ. മൂന്നാമത്തെ മാതിരിക്കും കൊമ്പ് കളിച്ചത് നാടൻ പയ്യ. നല്ല ആരോഗ്യവും നല്ല അണക്കം കണ്ടോ. വീടുമാരിയാണ് ഇപ്പം. എന്തായിരുന്നു പാർട്ടി പറയുന്നത് 15 ലിറ്റർ പാല് കടിക്കുന്ന പറയുന്നത് 2 നേരം കൂടി. പറയുന്നത് പക്ഷെ ഇപ്പൊക്കെ കറന്നു വിട്ടതാണ്. 15 ലിറ്റർ 14-13 ലിറ്റർ പാലെങ്കിലും കടിക്കും. എന്തായാലും ഒരു 13 ഉറപ്പ് അല്ലേ. നല്ല ഇങ്ങനത്തെ പൈ വീട്ടുകാരൊക്കെ ആവശ്യപ്പെടും. പഴയ കാലത്തെ ആൾക്കാരൊക്കെ ആവശ്യപ്പെടും. എന്റെ നല്ല അണക്കം കണ്ടോ. സാധാരണ ഇപ്പൊ ഇങ്ങനത്തെ പശുക്കളെ കിട്ടാറില്ല. ഇങ്ങനത്തെ നാട്ടിൽ തെരഞ്ഞാൽ കടിക്കാറില്ല. എപ്പോഴെങ്കിലും കടിക്കുള്ളൂ. ഇങ്ങനത്തെ പൈ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം മേടിച്ചു കൊടുക്കാം. ഇപ്പൊ ചാനലിൽ കണ്ട് അപ്പം ഉണ്ടെങ്കിൽ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കാം. വിലപ്പാകം കടിക്കും. ഇതൊക്കെ വിലപ്പാകം കടിക്കും. നല്ല ഇണക്കും. ഇതുമാതിരി ഇങ്ങനത്തെ പയ്യൽ ഇങ്ങനത്തെ പയ്യൽ ഇണക്കാൻ വേഗം കടിക്കും. നല്ല ഇണക്കമുണ്ട്. ഇതൊക്കെ കറന്നു വിട്ട പയ്യ. റെഡ് സിന്ധിയാണ്. പ്രസവിക്കാറായതാണ്. 2 നീറ്റ പ്രസവിക്കാറായി. ഒരു 12-13 ലിറ്റർ പാല് കടിക്കും. 13 ലിറ്റർ 2 നേരം കൂടി കടിക്കും. ഇതൊക്കെ വിലപ്പാകമൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പറ്റി കൊടുക്കാന്ന്. ഇതൊക്കെ നമ്മൾ വന്ന് ഇഷ്ടപ്പെടുന്ന പിന്നെ വില 60 വേണം 65 വേണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പൈ വേണം പറഞ്ഞിട്ട് നമ്മൾ അപ്പം സംസാരിച്ചിട്ട് നമുക്ക് അതിന്റെ രീതി അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല അണുക്കൂല പാലുകളൊക്കെ സാധാരണ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫാമിൽ പോയാലും വളരെ കുറവാണ്. വളരെ കുറവാണ്. മൂപ്പൂല്ല പൈ. നല്ല പശു. നല്ല പശുവാണിതാ. റെഡ് സിന്ധിയും ജെർസി പറ്റ സിന്ധിയും ജെർസിയും കലവ. ഇതൊക്കെ നമ്മുടെ പറമ്പുകളിൽ മേയുന്ന പൈകളാ. ഇങ്ങനത്തെ പൈകൾ കടിക്കാൻ അപൂർവമാണ്. വരുന്ന സമയത്ത് ഇതേമാറ്റി ഇന്ത്യ വരുന്നത് അത് ഇങ്ങനത്തെ പൈ വരികയാണെങ്കിൽ ഇതേമാറ്റി വേണം പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് മേടിച്ചു കൊടുക്കുക. ഇത് 3ാമത്തെ പ്രസവിച്ച പയ്യ. ഇതാ പ്രസവിച്ച് ഇന്നലെ പ്രസവിച്ചു. പശുക്കുട്ടിയാ. മേപ്പ് കുറവാണ്. എന്തായാലും ഒരു 10-12 ലിറ്റർ പാലൊക്കെ കടിക്കും മടിയാകുമ്പോഴേ. ഇത് 3ാമത്തെ പ്രസവ. 3ാമത് പ്രസവിച്ച് ഉറഞ്ഞിറക്കുക. വലിയ നോട്ടമില്ലാതെ നല്ല മടിയാകുമ്പോ. ഇതൊക്കെ നമ്മളൊരു നാടൻ വീട്ടിലൊക്കെ നമ്മളെ നാട്ടിൻപുറത്തുള്ള വീട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പശുവായിട്ട് മാറും. പിന്നെ നല്ല വിലപ്പാകത്തിലൊക്കെ വെച്ച് കൊടുക്കാം ഇങ്ങനത്തെ പയ്യകള്. കറക്കാനൊക്കെ വലിയ എന്താ ഒരൊറ്റ നല്ല ഇണക്കുക. എന്തെന്നാ കുട്ടി നല്ല ഇണക്കുക. പയ്യൊക്കെ ഒരു വീട്ടുകാർക്ക് കൊണ്ടുപോയി പറ്റിയ പയ്യ. പറ്റിയ പയ്യാൽ മേഞ്ഞു കഴിഞ്ഞിട്ട് പാൽ നല്ല സൂപ്പർ മടികാമ്പാണ്. 2 കഴിഞ്ഞ് 3ാമത്തെ പ്രസവമാണ്. നല്ല ഇണക്കം.